ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മുടെ നിധി ഭയങ്കര സന്തോഷത്തിൽ സുധീഷിൻ്റെ കൂടെ പോവാണ്. എന്നുവെച്ചാൽ താൻ ഒരുപാട് കഷ്ടപ്പെട്ട് താൻ ആ നേടിയെടുത്ത സർട്ടിഫിക്കറ്റാണ് തൻ്റെ മുന്നിൽ വെച്ച് തന്നെ കത്തിക്കുന്നത് തുല്യമായിട്ട് ആ സർട്ടിഫിക്കറ്റ് നിധിയുടെ അച്ഛൻ കത്തിച്ച് കളഞ്ഞത്. ആ സർട്ടിഫിക്കറ്റ് നിധിയുടെ കൈകളിലേക്ക് എത്താൻ പോവാണ്. അങ്ങനെ അവിടെ എത്തി ആ മേഡത്തിനെ കണ്ടു. ആ മേഡത്തിൻ്റെ അടുത്ത് സുധീഷ് ചെന്ന് കാര്യങ്ങളൊക്കെ പറയണം. മേഡം വൈഫ് വന്നിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, നമുക്കൊരു ആളെ കൂടെ കണ്ടിട്ട് കുറച്ച് ഫോർമാലിറ്റിയും കൂടെ ഉണ്ട്, ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് തരാം, ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നിധി നോക്കിയപ്പോൾ നമ്മുടെ സുധീഷ് ആ മേഡമായിട്ട് കിടന്ന് അങ്ങ് ആക്കിയാണ്. അപ്പം നിധി പറഞ്ഞു, നിധിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റേതായ ഒരു ഇതിൽ നിധി ഇരിക്കുകയാണ്. അപ്പം നിധി മനസ്സിൽ ഓർക്കാണ്, സർട്ടിഫിക്കറ്റ് കാണണമെങ്കിൽ എന്തൊക്കെ കാണണം, കണ്ടില്ലേ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെണ്ണുങ്ങളെ കാണാത്ത രീതിയിലൊക്കെ എന്നുള്ള ഒരു ഇത്, അതായത് ഒരു ചെറിയൊരു കോംപ്ലക്സ് നിധിക്ക് ഉണ്ട് എന്ന് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. സുധീഷ് സംസാരിക്കുന്നതിൽ നിധിക്ക് ഒരു ഇച്ചിരിയൊക്കെ ഒരിതുണ്ട്. അങ്ങനെ സുധീഷ് വന്നിട്ട് പറഞ്ഞു, അതെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ കിട്ടും, നമുക്ക് കിട്ടുമല്ലോ അല്ലേ, സർട്ടിഫിക്കറ്റ് എൻ്റെ കിട്ടുമല്ലേ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ മേഡം വന്നിട്ട് പറഞ്ഞു, നിധി ഈ രജിസ്റ്ററിലൊന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് വേറൊരു മേഡത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ കഴിഞ്ഞിട്ട് നിധിക്ക് ആകെ ഒരു ടെൻഷൻ. സുധീഷ് നോക്കുമ്പോൾ നിധിയുടെ മുഖത്തൊക്കെ ആകെ ഒരു വെപ്രാളമാണ്. എന്ന് വെച്ചാൽ നിധിയുടെ ആ ഒരു ടെൻഷൻ മനസ്സിലാവുന്നുണ്ട് സുധീഷിന്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും നിധിയുടെ കയ്യിൽ നിധി കാത്തിരുന്ന ആ സർട്ടിഫിക്കറ്റ്, തൻ്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്, അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇതേ വീണ്ടും തൻ്റെ കയ്യിൽ കിട്ടുകയാണ്. നിധിക്ക് വല്ലാത്തൊരിത്, സത്യമാണോ ഇതിപ്പോൾ ശരിക്കും നടന്ന ഒരു കാര്യമാണോ എന്ന് പോലും നിധിക്ക് വിശ്വസിക്കാൻ പറ്റാണ്ട്, മനസ്സിനെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാണ്ട് നിധി നിൽക്കുന്ന നിമിഷമാണ്. എൻ്റെ നിധി ഒരുപാട് നന്ദി പറഞ്ഞു, മാഡം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടിയതിൽ ഒരുപാട് നന്ദിയൊക്കെ പറയണം. എൻ്റെ സുധീഷ് അതുപോലെ തന്നെ മാഡത്തിൻ്റെ അടുത്ത് നന്ദി പറയണം, അതിനെന്താണ് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നിധിയുടെ ആ സന്തോഷം കണ്ടിട്ട് സുധീഷിന് അതിലേറെ സന്തോഷമാവുകയാണ്. എന്നിട്ട് സുധീഷ് ആ മേഡത്തിന് ഒന്നും കൂടെ പോയി കണ്ടിട്ട് പറഞ്ഞു, മേഡം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ മേഡം പറഞ്ഞു, അതെ സർട്ടിഫിക്കറ്റൊക്കെ വൈഫിനെ ആക്കി കൊടുത്തിട്ടുണ്ട്, ഇനി നല്ലൊരു ജോലിയും കൂടെ ആ കുട്ടിക്ക് മേടിച്ചു കൊടുക്കുക, കാര്യം നല്ലൊരു പഠിക്കുന്ന കുട്ടിയല്ലേ, അതുകൊണ്ടാണ്, അതൊക്കെ ഞാൻ റെഡിയാക്കും മേഡം എന്ന് പറഞ്ഞ് സെറ്റൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ നിധി ഒരു കൈ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ സുധീഷ് എന്തേന്ന് ചോദിക്കുക, ആ കൈ ഒന്ന് ഇങ്ങോട്ട് താട്ടേന്ന് പറഞ്ഞിട്ട് ഒരു ഷേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നിധിക്ക് അത്ര സന്തോഷമാവാണ്. സുധീഷിനാണെങ്കിലോ ഭയങ്കര സന്തോഷമാവാണ്. കാരണം നിധി ഇത്രയും ഇങ്ങനെ അടുത്തൊക്കെ ഇടപഴകുന്ന കാണുമ്പോൾ സുധീഷിന് വല്ലാത്തൊരു ഒരു സന്തോഷവും ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് സന്തോഷമായിട്ട് അങ്ങനെ അവർ കാറിൽ കയറി പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നിധി നോക്കുമ്പോൾ ബീച്ച് കാണാനാണ്. അപ്പോൾ ഇത് ബീച്ചല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് ചോദിച്ചു, ഇതെന്താ ആദ്യമായിട്ട് കാണും പോലെ, കടലൊക്കെ കണ്ടിട്ട് ബീച്ചാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ നിധി എന്ന് ചോദിച്ചു. അല്ല ബീച്ചാണ്, നമുക്കൊന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ എൻ്റെ പൊന്നോ, നമ്മുടെ സുധീഷിൻ്റെ ഹൃദയം അങ്ങോട്ട് ഇങ്ങനെ ബ്ലുമ്മനെ കിടന്ന് ഇടിക്കുകയാണ്. എന്ന് വെച്ചാൽ നിധി ഇങ്ങനെയൊക്കെ ഇത്രയും എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മനസ്സിലാവണത് നിധിക്ക് അത്രയേറെ മനസ്സിന് ആ ഒരു സന്തോഷവും, അതാണ് ആ ഫീലിങ്സ് കാണിക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് അങ്ങനെ ഇറക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പം നല്ല വെയിലാണല്ലോ നിധി, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കാറിൽ നിന്ന് ആ കുടയും കുപ്പിവെള്ളം എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സുധീഷ് കുട നിവർത്തി നിധിയുടെ കയ്യിലും കൊടുക്കുകയാണ്. അപ്പോൾ നിധി ഈ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ വെയിലൊക്കെ കൊള്ളാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ സുധീഷ് എന്ന് നിധി ചോദിക്കുമ്പം സുധീഷ് പറയും, ഞാൻ ഇന്നലെയും കൂടെ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പറയും, നമ്മുടെ നികേഷ് ഇന്നലെ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞു. ആണോ, അതെയോ എന്ന് പറയും. എന്നിട്ട് അവർ പോയി ഒരിടത്ത് ഇരിക്കണം. അപ്പോൾ അവിടെ ആ ഇരിക്കുന്ന ബീച്ചിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോ കാമുകന്മാർ കുടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു കാമുകന്മാരുടെ ആ ഒരു ഇതൊക്കെ ബീച്ചിലാണല്ലോ കൂടുതൽ. അങ്ങനെ അവിടെ ഇരുന്ന് നിധി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷമായി സുധീഷ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഞാൻ ആരാധന വിചാരം എന്നൊക്കെ പറഞ്ഞ് സുധീഷ് സ്വയം പൊക്കുകയാണ്. എന്ന് വെച്ചാൽ മീൻസ് എന്നെക്കൊണ്ട് ഇതല്ല ഇതൊക്കെ ഇങ്ങനെ സാധിക്കും എന്നുള്ളൊക്കെ ഒരു വീമ്പിളക്കലുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇളക്കുകയാണ്. എന്നിട്ട് നിധി ഇങ്ങനെ പറയുന്നുണ്ട്, സുധീഷ് ഇവിടെ സുധീഷ് നിധിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിധി ബീച്ചിലൊന്നും പോയിട്ടില്ലെന്ന്. ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിക്കും, സുധീഷിന് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കാമുകൻ
കാമുകി പോലെ എനിക്ക് കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, അപ്പം ലൈനൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. കൊള്ളാം, ലൈൻ ഉണ്ടോയെന്ന് സുധീഷ് പറയണത്. പിന്നെ വാ തുറന്നാൽ പിന്നെ പൊക്കിയടിക്കാൻ സുധീഷ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, പിന്നെ 9ൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, 10ൽ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം നിധി പറഞ്ഞു, ഓ തള്ളി തള്ളി മറിക്കുകയില്ല, മിക്കവാറും സുധീഷ് അങ്ങോട്ട് പോയതായിരിക്കും. അപ്പോൾ തന്നെ സുധീഷ് മനസ്സിൽ ഓർക്കും, ഇവക്കെങ്ങനെ മനസ്സിലായി ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി എന്നുള്ളത്. സുധീഷിൻ്റെ സ്വഭാവം വെച്ചിട്ട് മിക്കവാറും അതിനായിരിക്കും ചാൻസ് എന്നിങ്ങനെ നിധി പറയാണ്. അങ്ങനെ സുധീഷിന് അത് ഒരു അല്ലേ ഇതായി. എന്നാലും സുധീഷ് വിട്ടുകൊടുക്കുമോ? സുധീഷ് ഒട്ടും പിന്മാറൂല. സുധീഷ് പറയും, ഞാനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഇതാണ് കോളേജ് ലൈഫ് എന്നൊക്കെ പറയണത്. അല്ല അതിരിക്കട്ടെ, നിധിക്ക് അങ്ങനെ ഇങ്ങോട്ട് പ്രപ്പോസ് ഒന്നും വന്നിട്ടില്ലേ എന്ന് ചോദിക്കും. വന്നിട്ടൊക്കെ ഉണ്ട്, ഞാൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യില്ല, ഞാൻ പഠിക്കാനേ പോണം. ഓ ഞങ്ങളാരും പഠിക്കാനൊന്നും അല്ലല്ലോ എന്നിങ്ങനെ സുധീഷ് പറയും. അപ്പം നിധി ചോദിക്കുകയാണ്, അതെ ഇവരെന്തിനാണ് ഇങ്ങനെ ക്ലാസ്സിൽ പോകാണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ പഠിക്കുന്നത് എന്നിങ്ങനെയൊക്കെ നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയും, അതെ ഒന്ന് അവിടെ പോയി ചോദിച്ചിട്ട് വന്നാലോ അവരുടെ അടുത്തൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി കുറേ നേരം ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കടല വിൽക്കുന്ന ആൾ വരെയാണ്. അപ്പോൾ ആ കടല വിൽക്കുന്ന ആളിൻ്റെ നിന്ന് കടലയൊക്കെ മേടിച്ച് അവർ രണ്ടുപേരും കടലയൊക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു ഡേ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് വീട്ടിലോട്ട് വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നിധി ഒരു കാര്യം സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതെ ഇന്നലെ ശരിക്കും എനിക്ക് വിഷമമായി. കാര്യം എന്നാന്ന് വെച്ചാൽ നികേഷ് ഇന്നലെ പോയത്. അപ്പോൾ സുധീഷ് പറഞ്ഞു, ശരിക്കും ഞങ്ങൾ 3 പേരും എന്തോരം പേടിച്ചു എന്നറിയാവോ നിധി, നീ ഭയപ്പെട്ടതുപോലെ തന്നെ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ ഞങ്ങൾക്കായിപ്പോയി. അപ്പോൾ നിധി പറഞ്ഞു, അതെ നിങ്ങൾ എവിടെ ടൂറൊന്നും പോകാറില്ലേ സുധീഷ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഓ അങ്ങനെ വീട്ടിലൊന്നും അങ്ങനെ ടൂറൊന്നും പോകാറില്ല. അയ്യോ എന്ത് മനുഷ്യരാണ് നിങ്ങൾ. അതെ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 4 പേരും കൂടെ ചേർന്നിട്ട് ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നികേഷിന് ഒരു മനസ്സിനൊരു ചേഞ്ചൊക്കെ ആയിക്കോളൂ, നിങ്ങൾ പോയിട്ടു. അപ്പം നിധി വരുന്നില്ലെന്ന് നോക്കിയപ്പോൾ ഏയ് ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ 4 പേരും കൂടെ പോയിട്ടോ, ഞാൻ വീട്ടിൽ നിന്നോളാം. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനോ, അതൊക്കെ ഞാൻ നിന്നോളാം എന്നിങ്ങനെ നിധി പറയുകയാണ്. എന്തായാലും ആയിക്കോട്ടെ. അപ്പം സുധീഷ് മനസ്സിലിങ്ങനെ ലഡു പൊട്ടുകയാണ്. നിധിനെ കൊണ്ടുപോകേണ്ട ഒരു പോക്ക് എന്തായാലും ഇല്ല, നിധിയായിട്ടൊരു ട്രിപ്പ് ഇങ്ങോട്ട് തന്നെ പറഞ്ഞത് എന്തുകൊണ്ട് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സുഭാഷൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സുധീഷ് ഒരു ജ്യൂസൊക്കെ ആയിട്ട് നമ്മുടെ സുഭാഷിൻ്റെ അടുത്ത് ചെല്ലേണ്ടത്. സുഭാഷ് ചേട്ടാ ഈ ജ്യൂസൊക്കെ കുടിക്കുക, ചൂടല്ലേ? അല്ല ഇന്നെന്താ പതിവില്ലാണ്ട് എന്നെ ജ്യൂസൊക്കെ കുടിപ്പിക്കുന്നത്? ഒന്നുമില്ല, ചൂടായതുകൊണ്ട് ഞാൻ കൊണ്ട് തന്നതാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സുധീഷ് സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു ട്രിപ്പ് പോയാലോ? ട്രിപ്പോ? നിനക്കെന്നെ പ്രാന്താണോ? എവിടെ പോകാനാ? അപ്പോൾ പറഞ്ഞു, നമ്മുടെ നികേഷിനൊരു ചേഞ്ച് എന്തായാലും വേണം സുഭാഷ് ചേട്ടാ, അവനാകെ മനസ്സൊക്കെ ഒരിതായി നിൽക്കില്ല, നമുക്കൊരു 2 ദിവസം ട്രിപ്പ് എന്തായാലും പോവാം. അപ്പോൾ സുഭാഷ് പറയും, നീ എന്താ ഈ പറയണേ, ഇവിടെ ഇട്ടിട്ട് എങ്ങനെ പോവാനാ? അപ്പം സുഭാഷ് ചേട്ടന് അനിയനെക്കാട്ടിലൊക്കെ വലുത് പണിയൊക്കെയാണല്ലേ എന്ന് പറഞ്ഞു. എടാ അങ്ങനെയല്ല, എന്നാൽ പിന്നെ നികേഷിൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. എന്നാൽ ശരി എവിടെയെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാൻ പറഞ്ഞ് സുഭാഷ് സമ്മതം പറയണേ. അത് കഴിഞ്ഞ് ഹരീഷിൻ്റെ അടുത്ത് ചെല്ലേണ് സുധീഷ്. അതെ എടാ നമുക്കൊരു ട്രിപ്പ് പോയാലോ, നമ്മുടെ നികേഷിനും ഒരു സന്തോഷമൊക്കെ ആയിക്കോളും, ഒരു 2 ദിവസത്തെ ട്രിപ്പ് അങ്ങ് പോയാലോ എന്ന് പറയണേ. അപ്പോൾ ഹരീഷ് പറയും, പോണേന് കുഴപ്പമില്ല, പൈസയൊക്കെയാ അതൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പതുക്കെ ഷെയറൊക്കെ ചെയ്യും, താൻ സമയമാകുമ്പോൾ താൻ മുങ്ങുകയും ചെയ്യും, അതല്ലേ തൻ്റെ സ്വഭാവം. ഇല്ലടാ വെച്ചാൽ നമുക്ക് പോവാന്നേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് അടിപൊളിയായിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുഭാഷ് സമ്മതിച്ചു, ഹരീഷ് സമ്മതിച്ചു. ഇനി നമ്മുടെ നികേഷ് ഇപ്പം എന്താണ്, ചേട്ടന്മാർ പോകണമെങ്കിൽ എപ്പോൾ റെഡിയെന്ന് ചോദിച്ചാൽ മതി, നികേഷ് എപ്പോൾ റെഡിയായെന്ന് ചോദിച്ചാൽ മതി. നികേഷ് റെഡിയല്ലേ, റെഡിയായിട്ടങ്ങ് നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് നിധിയാണ്. അപ്പം നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഏകദേശം ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസത്തിൽ വരുന്നത് നമ്മുടെ നിധി വരുന്നില്ല എന്നൊക്കെ പറയും. പിന്നെ എല്ലാ പേരും കൂടെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ നിർബന്ധിച്ച് അവസാനം നിധിയും പോകാമെന്ന് സമ്മതം പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആലോചിച്ച് ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിക്കുന്ന മിക്കവാറും കൊടൈക്കനാലാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇനി വരുന്ന ഈ ആഴ്ചയിൽ വരുന്ന എപ്പിസോഡിൽ കയറി വരുന്ന സീനുകളാട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നല്ല അടിപൊളി എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണം. അങ്ങനെ എല്ലാവരും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാട്ടിത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ഏകദേശം ഇൻട്രോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ടല്ലോ. വീഡിയോ ഒക്കെ കേട്ട് കഴിഞ്ഞാലേ ഒരു കുഞ്ഞ് ലൈക്കം അടിക്കാൻ മറന്നുപോകില്ല. എല്ലാവരും ഒരു ലൈക്ക് അങ്ങോട്ട് തരിക. പിന്നെ പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ കാട്ടിത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക.
പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. അതെ, നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ നമ്മുടെ മഴതോരും മുമ്പേ കറക്റ്റ് 9:15 വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ആ ഒരു ചാനലിലെ സീരിയലും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ് പറയുന്നു. ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.